നമുക്ക് സഹായം നൽകുന്ന ദൈവമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ നല്ല വീട് എന്ന പരിപാടിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഈ വർഷത്തിനുള്ള ആവശ്യങ്ങൾ, കുടുംബത്തിന്റെ കാര്യങ്ങൾ, മക്കളുടെ ഭാവി, അവരുടെ ആവശ്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ആശങ്കയുണ്ടായിരിക്കാം. ഇതെല്ലാം എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യും എന്നല്ലേ നിങ്ങൾ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതുവരെ നമ്മെ വഴിനയിച്ച ദൈവം, എല്ലാ കാര്യങ്ങളും അതാത് സമയത്ത് ശരിയായി ചെയ്യുന്ന ദൈവം നമ്മോടൊപ്പമുണ്ട്. അവൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളും. ആ വിശ്വാസം നിങ്ങൾക്കുണ്ടായാൽ മതി. ഇതുവരെ നമ്മെ വഴിനയിച്ച ദൈവം ഇനി അങ്ങോട്ടും നമ്മെ വഴിനയിക്കുന്നതാണ്. നമ്മുടെ യേശുവിന് മാത്രമേ നമ്മുടെ മനസ്സിലുള്ള ഭയം, ആശങ്ക ഇതെല്ലാം മാറ്റാൻ സാധിക്കൂ. ഇപ്പോൾ നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ജ്യോതി ചേച്ചി നാടകം നമുക്ക് കാണാം. എന്താ, എല്ലാരും റെഡിയല്ലേ? ജ്യോതി ചേച്ചി, വാക്ക് തന്ന കർത്താവ് സത്യദൈവമാണ്. അവൻ പറഞ്ഞതുപോലെ തന്നെ തിന്മയിൽ നിന്നും നമ്മളെ സംരക്ഷിച്ചില്ലേ? വളരെ ശരിയാണ്. കർത്താവ് നമുക്ക് തരുന്ന വാക്കുകൾ വിശ്വസിക്കാൻ ശീലിക്കണം. അപ്പോഴേ കർത്താവ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് നമുക്ക് കാണാൻ പറ്റൂ. ഇപ്പോഴാ എനിക്ക് വളരെ സന്തോഷമായത്. മനസ്സിന് നല്ല സമാധാനവും ഉണ്ട്. ഈ വർഷത്തിനുള്ളിൽ കർത്താവ് നമുക്ക് തീർച്ചയായിട്ടും സ്വന്തമായിട്ടൊരു വീട് നൽകും. തീർച്ചയായും കർത്താവ് തരും. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരുമെന്ന് വചനം പറയുന്നില്ലേ? നമുക്കും നമ്മുടെ കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കാം. തീർച്ചയായും അവൻ നമ്മളെ സഹായിക്കും. നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറും. ഏയ്, ഒന്ന് നിന്നേ. നിങ്ങളെ തന്നെയാ. ഇങ്ങനെയൊക്കെ ഒരാളോട് ചെയ്യാൻ പറ്റുമോ? ഞാൻ എന്ത് ചെയ്തെന്നാ? എന്നെ ജോലിന്ന് പറഞ്ഞു വിട്ടതില് ദേഷ്യപ്പെടാതെ പിന്നെ സന്തോഷിക്കാൻ പറ്റുമോ എനിക്ക്? ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിച്ചു എന്നത് സത്യം തന്നെയാ. നിങ്ങളെ ഭീഷണിപ്പെടുത്തിയതും സത്യമാ. അത് തെറ്റാണെന്ന് എനിക്ക് നല്ല ബോധ്യവുമുണ്ട്. പക്ഷെ ആ കാരണം കൊണ്ടൊക്കെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതേയില്ല. നീ എന്താ ഈ കരുതിയിരിക്കുന്നത്? അതും കൂടാതെ ജ്യോതി ചേച്ചിയുടെ കാര്യത്തിൽ ഇടപെടുന്നത് എന്തിനാ? നീ ആവശ്യമില്ലാതെ സംസാരിക്കണ്ട. ഇത് നീയും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇവിടെ കൈ ചൂണ്ടി സംസാരിക്കുന്നു. ഇനി ഒരിക്കൽ കൂടി ഇത് ആവർത്തിച്ചാലുണ്ടല്ലോ, നിന്നെ ഞാൻ പോലീസ് പിടിച്ചേൽപ്പിക്കും. ഒരുപക്ഷെ കടയുടെ ഓണറിന്റെ മകൻ ഇയാളെ തല്ലിക്കാണുവോ? അതുകൊണ്ടാണോ ഇയാൾ എന്റെ അടുത്ത് വന്ന് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്? നിങ്ങൾ ഇത്രയും തരം താഴുന്നൊക്കെ ഞാൻ ഒട്ടും വിചാരിച്ചതേയില്ല. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ലല്ലേ? മന്ത്രവാദം ചെയ്യുന്നവർക്കൊക്കെ എങ്ങനെ മനസ്സിലാവാനാ? മന്ത്രവാദോ? എന്തൊക്കെയായി പറയുന്നേ? എനിക്ക് സത്യത്തിൽ ഒന്നും മനസ്സിലാവുന്നില്ല. ഈ അഭിനയം ഒന്ന് നിർത്ത്. എന്താ നടന്നതെന്നൊന്ന് പറഞ്ഞേ. അച്ഛാ, എന്താ മുരുകേശ, അത് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ. നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടായിരുന്നു. മനസ്സിന് വല്ലാത്ത സങ്കടം തോന്നി. നിന്റെ മോന് വയ്യാണ്ടായി അല്ലേ? എന്റെ മോൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഒരു കുഴപ്പമില്ലാതിരിക്കായിരുന്നു. എന്റെ സംശയം, ആരോ നിനക്കും നിന്റെ കുടുംബത്തിനും എതിരായി മന്ത്രവാദം ചെയ്തിട്ടുണ്ട്. മന്ത്രവാദമോ? ചേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? അതേ മോനെ, നിന്നെ ഇഷ്ടമല്ലാത്ത ആരോ ഒരാളാ ഇത് ചെയ്തിരിക്കുന്നേ. ഇല്ലെങ്കിൽ നന്നായിരുന്നു നിന്റെ മോൻ ഇങ്ങനെയൊക്കെ സംഭവിക്കൂ. അങ്ങനെ ഇപ്പൊ ആരാ ഉള്ളത്? ആ, എന്നെ ജോലിന്ന് പറഞ്ഞു വിട്ട ആ സ്ത്രീ ആയിരിക്കും ഇതൊക്കെ ചെയ്തേ. എന്തൊക്കെയായി പറയുന്നത്? ഞങ്ങൾ എന്തിനു നിങ്ങൾക്കെതിരായി മന്ത്രവാദം ചെയ്യണം?
അതുമാത്രമല്ല, ഞങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്നവരാ. ഞങ്ങൾ എന്തിനാ അതിന്റെയൊക്കെ പുറകെ പോകണം? നിങ്ങളല്ലാതെ വേറെ ആരും ഇങ്ങനെ ചെയ്യില്ല. ഞാനിപ്പോ എന്തു പറഞ്ഞാലും നിങ്ങളത് മനസ്സിലാക്കുന്ന അവസ്ഥയിലല്ല ഉള്ളത്. ഞാൻ പോവാ. ഇപ്പൊ പൊയ്ക്കോ. പക്ഷേ ഇതിനൊക്കെ നിങ്ങൾ തീർച്ചയായും അനുഭവിക്കും. എന്താ ജ്യോതി ആലോചിക്കുന്നേ? ഇന്നലെ ആ മുരുകേശനെ കണ്ടിരുന്നു. വീണ്ടും അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? അവനെ ഞാൻ... ദേഷ്യപ്പെടരുത്. നടന്നത് എന്താണെന്ന് ഞാൻ പറയാം. അയാൾ അങ്ങനെയാ പറഞ്ഞത്. എന്തു പറ്റിയോ എന്തോ. അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ച അതേ സമയത്ത് തന്നെ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തിരിക്കുകയാണല്ലേ? അതെ, ശരിയാ. പക്ഷേ മുരുകേശന്റെ മകനാണ് എന്തോ സംഭവിച്ചത്. അതാ എന്റെ മനസ്സിനാകെ വിഷമം. ദൈവം ഒരു കാരണവുമില്ലാതെ ഒന്നും ചെയ്യാറില്ല. അതും ശരി തന്നെയാ. എങ്കിലും അത് അനുഭവിക്കുന്നത് ഒരു കൊച്ചു പയ്യനല്ലേ. അത് മനസ്സിന് വിഷമം. ഇപ്പൊ നീ എന്താ ചെയ്യാൻ പോകുന്നത്? എനിക്കറിയില്ല. പ്രാർത്ഥിക്കാം. അങ്കിൾ എന്താ ഇതിനെക്കുറിച്ച് പറയുന്നേ? ജ്യോതി, മാതാപിതാക്കൾ ചെയ്യുന്ന തെറ്റ് കുട്ടികളോട് അന്വേഷിക്കുന്നതാണ് നമ്മുടെ കർത്താവിന്റെ പ്രവൃത്തി. ഒരുപക്ഷേ നീയും അങ്ങനെ ആലോചിച്ച് നോക്കിയേ. നീ എന്താ ആലോചിക്കുന്നത്? മാതാപിതാക്കളുടെ പാപം കുട്ടികൾക്ക് വന്ന് ചേരാറില്ലേ? മുരുകേശൻ ചെയ്ത തെറ്റ് അവന്റെ മകനെ ബാധിച്ചിരിക്കുമെന്നാ ഞാൻ കരുതുന്നത്. നിനക്കെന്ത് തോന്നുന്നു മോളെ? ആയിരിക്കാം അങ്കിൾ. ഞാൻ അങ്ങനെ ചിന്തിച്ചു നോക്കിയില്ല. ഒരുപക്ഷെ അത് സത്യമാണെങ്കിൽ ആദ്യം മുരുകേശനോട് സംസാരിക്കണം. നീ അവനോടൊന്നും സംസാരിക്കണ്ട. കാരണം നിന്നോടല്ലേ അവന് ദേഷ്യം കൂടുതൽ. ഞാൻ അവനോട് സംസാരിക്കാം, പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. മുരുകേശ, നിന്റെ മോനിപ്പോ എങ്ങനെയുണ്ട്? എന്താ, വേറെന്തെങ്കിലുമൊക്കെ ചെയ്യാനായി നിങ്ങളെ പറഞ്ഞയച്ചിരിക്കുകയാണല്ലേ? നീ തെറ്റിദ്ധരിച്ചിരിക്കുക. ജ്യോതിയും ഡാനിയും അങ്ങനെയുള്ള ആൾക്കാരല്ല. അവരങ്ങനെയുള്ളവരല്ല എങ്കിലും എന്റെ മകൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ഇതാ നോക്ക്, ആരോ പറഞ്ഞത് നീ മനസ്സിൽ വെച്ചുകൊണ്ട് അവരെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഇങ്ങനൊന്ന് ആലോചിച്ച് നോക്ക്. ഒരുപക്ഷേ നീ ചെയ്ത തെറ്റുകൾ കാരണം നിന്റെ മോന് അസുഖം വന്നതാണെങ്കിലോ? അതേ മുരുകേശ, മാതാപിതാക്കൾ ചെയ്യുന്ന പാപം അത് മക്കളെ ബാധിക്കും. അപ്പോൾ ഇത് എന്നെയല്ലേ ബാധിക്കേണ്ടത്? നിന്നെ ബാധിച്ച നീ അത് മനസ്സിലാക്കില്ല. പക്ഷെ അത് നിന്റെ മകനെ ബാധിക്കുകയാണെങ്കിൽ എന്താ അവിടെ നിന്ന് കളഞ്ഞത്? കേറി വരുന്നേ. അകത്തേക്ക് വരും മുരുകേശൻ. കേറി വരൂ. ഇരിക്കൂ. ചേച്ചി, ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. ഞാൻ ചെയ്ത തെറ്റെല്ലാം എന്റെ കൺമുന്നിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ ഞാൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷ അനുഭവിക്കുന്നത് എന്റെ മകനാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു ചേച്ചി. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. ഒരു വഴിയും എനിക്കറിയില്ല. അതുകൊണ്ടാ ഞാൻ ചേച്ചിയെ കാണാനായി വന്നത്. അതങ്ങനെയല്ല. നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്തതുകൊണ്ട് മകന് അസുഖം വന്നു എന്ന് പറയാൻ പറ്റില്ല. അതും ഒരു കാരണമായിരിക്കാം. ഞാൻ എന്താ ചേച്ചി ചെയ്യേണ്ടത്? ആദ്യം
നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കണം. അത് പാപക്ഷമ നൽകുന്ന യേശുവിനോട് പറയണം. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു സഹായം വേണം. ആ സഹായം, ഒരു പിന്തുണ എവിടെ നിന്ന് കിട്ടുമെന്നറിയാമോ? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവയിൽ നിന്നും സഹായം ലഭിക്കും. അതെ ബ്രദർ, ഞാൻ നിങ്ങളെ മതം മാറ്റുകയല്ല. അത് കർത്താവിനും ഇഷ്ടമല്ല. നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്ന ദൈവം യേശു മാത്രമാണ്. അവന്റെ അടുക്കൽ നിങ്ങൾ ചെയ്ത തെറ്റെല്ലാം ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിച്ചാൽ മതി. എന്നോട് ക്ഷമിക്കുമോ? തീർച്ചയായും അവൻ ക്ഷമിക്കും. അവൻ സ്നേഹമുള്ള ദൈവമാണ്. അതുമാത്രമല്ല, നിങ്ങളുടെ മകൻ സുഖം പ്രാപിക്കുന്നതിനായിട്ടും നിങ്ങൾക്ക് അവനോട് അപേക്ഷിക്കാം. യേശു തീർച്ചയായും നിങ്ങളുടെ മകനെ സൗഖ്യമാക്കും. എന്റെ മകൻ സുഖം പ്രാപിക്കുമോ? എന്റെ മകൻ സുഖം പ്രാപിക്കുമെന്നോ? തീർച്ചയായും കിട്ടും. കാരണം യേശു നിങ്ങളുടെ മകന് വേണ്ടിയാണ് ചാട്ടവാറടി കൊണ്ടത്, ജീവത്യാഗം ചെയ്തത്. അവൻ ചൊരിഞ്ഞ രക്തവും അവന്റെ ശരീരത്തിലുണ്ടായ മുറിവുകളും നിങ്ങളുടെ മകനെ തീർച്ചയായും സുഖമാക്കും. കാരണം അവൻ നമ്മെ സഹായിക്കുന്ന ദൈവമാണ്. ചേച്ചി പറയുന്നതൊക്കെ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പക്ഷെ വിശ്വസിക്കാതിരിക്കാനും പറ്റുന്നില്ല. പക്ഷേ ചേച്ചി പറഞ്ഞതുപോലെയൊക്കെ ഞാൻ തീർച്ചയായും ചെയ്യും. ശരി ബ്രദർ. ശരി ചേച്ചി, ഞാൻ ഇറങ്ങട്ടെ. നിനക്കൊന്നും ആവില്ല എന്റെ മോനെ. ആ ജ്യോതി, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. പിന്നെ നമുക്ക് ഷോപ്പിങ്ങിന് പോവാം. ശരി. ഓക്കെ? ചേച്ചി, ആ ആ? മുരുകേശ, ഞങ്ങൾ ചേച്ചിയെ കാണാൻ വന്നതാ. എന്താ കാര്യം? എന്റെ മകനിപ്പോ ഒരു കുഴപ്പമില്ല. ഒരുപാട് നന്ദിയുണ്ട് ചേച്ചി. അയ്യോ, വളരെ സന്തോഷം ബ്രദർ. നന്ദി കർത്താവിനോടാ പറയേണ്ടത്. ചേട്ടാ, എന്നോട് ക്ഷമിച്ചേക്കണേ. എന്റെ ഭാഗത്താണ് തെറ്റ്. എന്നിട്ട് ചേട്ടനോട് വഴക്കുണ്ടാക്കുകയും ചെയ്തു. ചേട്ടൻ എനിക്ക് മാപ്പ് തരണം. ഞാൻ ചേട്ടനെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. എന്റെ ഭാഗത്താ തെറ്റ് സംഭവിച്ചത്. അത് സാരമില്ല മുരുകേശ. ഇപ്പോഴെങ്കിലും താൻ മനസ്സിലാക്കിയല്ലോ, അത് തന്നെ ധാരാളം. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ എന്റെ വീട്ടിൽ ചെന്നിട്ട് കണ്ണുനീരോടെ നിങ്ങളുടെ ദൈവത്തോട് അപേക്ഷിച്ചു. പെട്ടെന്ന് എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. എന്റെ മകൻ വ്യക്തമായി സംസാരിക്കാൻ തുടങ്ങി. എപ്പോഴത്തെയും പോലെ സംസാരിക്കുന്നതിൽ ഒരു തടസ്സവും അവനുണ്ടായില്ല. എന്റെ മനസ്സിനുള്ളില് വലിയൊരു സമാധാനം വന്നതുപോലെ ഉണ്ടായിരുന്നു ചേച്ചി. അതാണ് നമ്മളെ സഹായിക്കുന്ന ദൈവത്തിന്റെ മഹത്വം. ഇപ്പോൾ ഞാനൊരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കി. എനിക്ക് എപ്പോ സഹായം ആവശ്യമുണ്ടെങ്കിലും സഹായം ചെയ്യാൻ ഉതകുന്ന ഒരു ദൈവം എനിക്കുണ്ട് എന്നത് എനിക്കിപ്പോ മനസ്സിലായി. മുരുകേശ, ഞാൻ കടയുടെ ഓണറിനോട് സംസാരിച്ചു. നിന്റെ സാഹചര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും നിന്നെ ജോലി ചേർക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ കടയിലേക്ക് വന്ന് ജോലി ജോയിൻ ചെയ്തു. വേണ്ട ഏട്ടാ, വേണ്ട. വീണ്ടും ഞാൻ അവിടേക്ക് ജോലി ചെയ്യാൻ വന്ന അത് നന്നായിരിക്കില്ല. അപ്പോ വീട്ടിലെ ചെലവിനൊക്കെ നീ എന്ത് ചെയ്യും? അത് പിന്നെ സഹായിക്കുന്ന ദൈവം കൂടെയുണ്ടല്ലോ. എനിക്കൊരു കുഴപ്പമില്ല. എന്നാ ശരി ചേച്ചി, ഞങ്ങൾ പോവണേ. ബൈ പറയ്. ശരി, ബൈ. നമുക്ക് അകത്തേക്ക് പോവാം. കർത്താവ് എങ്ങനെയുള്ള ചുറ്റുപാടിൽ ആരിലൂടെ എങ്ങനെയാണ് നമ്മളെ സഹായിക്കുക എന്നുള്ളത് ജ്യോതി ചേച്ചി എന്ന നാടകത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയില്ലേ? കർത്താവ് നമ്മളെ സഹായിക്കാനായി ആര് വേണമെങ്കിലും ഉപയോഗിക്കും. കാക്കകളെ കൊണ്ട് പോഷിപ്പിക്കും എന്ന് വെച്ച് നമ്മൾ കാക്കകളെയോ ദൈവദൂതന്മാരെയോ കാത്തിരിക്കാൻ പാടില്ല. നമ്മെ സഹായിക്കുന്ന ദൈവത്തെ നാം എപ്പോഴും ആശ്രയിക്കുമ്പോൾ കർത്താവ് തീർച്ചയായും നമ്മളെ സഹായിക്കും. ഇപ്പോൾ കർത്താവിന്റെ വചനം പങ്കുവെച്ച് നിങ്ങളുടെ കുടുംബത്തിന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാൻ സഹോദരി ചെല്ലാറാണി അപ്പാദുരെ അവർകൾ നമ്മോടൊപ്പമുണ്ട്. വിശ്വാസത്തോടെയും പ്രാർത്ഥനയോടെയും ദൈവ സന്ദേശം കേൾക്കുക. കർത്താവ് തീർച്ചയായും ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ്.
യേശു ക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹാശംസകൾ അറിയിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, സങ്കീർത്തനങ്ങൾ 121 രണ്ടാമത്തെ വചനം പറയുന്നു, എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നു എന്ന്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, നമുക്ക് സഹായം യഹോവയിങ്കൽ നിന്നാണ് വരുന്നത്. സഹായിക്കുന്നത് കർത്താവാണ്. നമുക്ക് ഏത് കാര്യത്തിൽ സഹായം വേണമെങ്കിലും കർത്താവിന് മാത്രമേ അത് നൽകാൻ പറ്റൂ. ഇന്ന് ചിലർ ശുശ്രൂഷാ പാതയിൽ പറയാറുണ്ട്, എനിക്കെതിരായി കുറെ പേർ അന്യായമായിട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട്. എന്റെ കൂട്ടുകാരും എന്റെ കൂടപ്പിറപ്പുകളും എന്റെ കൂടെ നിന്ന് ഞാൻ നിന്നെ സഹായിച്ച് അവരോട് സംസാരിക്കാം എന്ന് പറഞ്ഞു. എങ്കിലും ഞാൻ വിളിച്ച സമയത്ത് അവർ വരാൻ വിസമ്മതിച്ചു എന്ന് പറയാറുണ്ട്. ചിലർ ഇങ്ങനെയും പറയാറുണ്ട്, ബിസിനസ് തുടങ്ങ്, കച്ചവടം തുടങ്ങ്, ഞങ്ങളുണ്ട് നിന്നെ സഹായിക്കാൻ എന്നൊക്കെ പറഞ്ഞവരുണ്ട്. അവർക്ക് എന്നോട് വളരെ സ്നേഹമാണ്. എന്റെ കൂട്ടുകാരൻ തന്നെ എന്നോട് അങ്ങനെ പറഞ്ഞു. പക്ഷേ ഞാൻ കുറെ പ്രാവശ്യം വിളിച്ചു നോക്കിയിട്ടും അവൻ ഫോൺ പോലും എടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കാറുണ്ട്. ചിലർ പറയാറുണ്ട്, എന്റെ കഷ്ടതയിൽ എങ്ങനെയെങ്കിലും ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ കൂടെ ഉണ്ട് എന്ന് പ്രോമിസ് പോലും തന്നവരുണ്ട്. എന്നിട്ട് പിന്നീട് ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെയാ വിചാരിച്ചത്, പക്ഷേ എനിക്ക് പറ്റിയില്ല എന്ന് പറഞ്ഞ് പലരും പിന്തിരിയാറുണ്ട്. എന്തു ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനായി വരാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ കഷ്ടതയിലും നമ്മുടെ പ്രതിസന്ധികളിലും നമ്മുടെ പോരാട്ടങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഇടയിൽ നമ്മെ സഹായിക്കാനായിട്ടുള്ളത് യേശു മാത്രമാണ്. അവനിൽ നിന്ന് മാത്രമേ സഹായം കിട്ടുകയുള്ളൂ. അവന് മാത്രമേ നമ്മെ സഹായിക്കാൻ പറ്റുകയുള്ളൂ. കർത്താവിന്റെ വചനം അതേ സങ്കീർത്തനങ്ങൾ 121 ഒന്നാമത്തെ വചനം പറയുന്നു, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും എന്ന് പറയുന്നു. അപ്പോൾ സഹായം നൽകുന്ന യേശുവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ കർത്താവിന്റെ വചനം പറയുന്നില്ലേ, അവനെ വിളിച്ചപേക്ഷിച്ച മുഖങ്ങൾ പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞ പോലെ കർത്താവ് നമ്മൾ ഒരിക്കലും ലജ്ജിച്ചു പോകാത്തവണ്ണം നമ്മുടെ മുഖങ്ങളെ പ്രകാശിപ്പിക്കുന്ന ഒരു ദൈവമായി കടന്നുവന്ന് അവൻ പ്രവർത്തിക്കും. എന്നാൽ ഇന്ന് ഒരുപക്ഷെ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പല പ്രതിസന്ധികൾക്കും സമ്മർദ്ദങ്ങൾക്കും പോരാട്ടങ്ങൾക്കുമിടയിൽ എന്റെ കുടുംബക്കാർ, എന്റെ കൂട്ടുകാർ, എന്റെ ബന്ധുക്കൾ ഇവരൊക്കെ എന്നെ സഹായിച്ചാൽ നല്ലതാണ് എന്നുള്ള ഒരു ചിന്താഗതിയോടെ ആയിരിക്കാം ഈ പരിപാടി കാണുന്നത്. അല്ലെങ്കിൽ കർത്താവിന്റെ ആ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന ആ വാക്കുകൾ എനിക്ക് സഹായം കിട്ടുന്ന ആ പർവ്വതങ്ങളിലേക്ക് എന്റെ കണ്ണുയർത്തുന്നു. ഇന്ന് തന്നെ നിങ്ങൾ ഒരു തീരുമാനത്തിലെത്തുക. എനിക്കൊരു സഹായം കർത്താവിന് മാത്രമേ തരാൻ പറ്റൂ. ഈ പ്രതിസന്ധിയിലും കർത്താവിനെ എന്നെ സഹായിക്കാൻ പറ്റൂ. ഈ കഷ്ടതയിൽ കർത്താവ് മാത്രമാണ് എനിക്ക് സഹായത്തിനുള്ളത്. എല്ലാവരും കൈവെടിഞ്ഞപ്പോഴും എന്നെ സഹായിക്കാനുള്ളത് യേശു മാത്രമാണ് എന്നുള്ള സമർപ്പണ മനോഭാവത്തോടെ നിങ്ങളുടെ കണ്ണുകൾ യേശുവിനെ മാത്രം നോക്കുകയാണെങ്കിൽ കർത്താവ് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീർത്തു തരും. കർത്താവ് എനിക്ക് ഇങ്ങനെ ഒരു സഹായം ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്ന് പറയാൻ തക്കവണ്ണം അവൻ നിങ്ങളെ സഹായിക്കും. വേദപുസ്തകത്തിൽ നമ്മൾ നോക്കിയാൽ 2 ദിനവൃത്താന്തം 20 അധ്യായത്തിൽ എഴുതിയിട്ടുള്ളത് യഹോശാഫാത്തിനെ കുറിച്ച് എഴുതിയിട്ടുള്ള കാര്യമാണ്. യഹോശാഫാത്തിനെതിരായി നിരവധി പേർ യുദ്ധം ചെയ്യാനായി വരികയാണ്. ആ വിവരം അറിഞ്ഞ ഉടനെ തന്നെ യഹോശാഫാത്ത് ജനസമൂഹത്തിന് തന്നെ ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. എല്ലാവരും ആലയത്തിൽ വന്ന് പുതിയ പ്രാകാരത്തിന്റെ മുന്നിൽ നിന്നു. ആ സമയത്ത് എല്ലാവരോടും യഹോശാഫാത്ത് എന്താണ് പറഞ്ഞതെന്നോ, എല്ലായിടത്തു നിന്നും എനിക്ക് പ്രശ്നമാണ്, ശത്രുക്കൾ രാജ്യത്തെ കീഴടക്കാൻ വരികയാണ്. യഹോവയുടെ മുന്നിൽ യഹോശാഫാത്ത് പറഞ്ഞത് എന്തെന്നാൽ, കർത്താവെ, അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ എല്ലാവരും ഒത്തുകൂടി വന്നിരിക്കുകയാണ്. ഈ സമയത്ത് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഒരുപക്ഷെ ഇന്ന് ഈ പരിപാടി കാണുന്ന നിങ്ങളും ഇങ്ങനെയുള്ള ഒരു ചുറ്റുപാടിലായിരിക്കാം. തീർച്ചയായും എന്നെ സഹായിക്കാൻ എന്റെ കുടുംബത്തിലുള്ളവരുണ്ട്, എന്റെ കൂട്ടുകാരൻ എന്നെ സഹായിക്കാനുണ്ട്, ഞാൻ സ്നേഹിച്ചവരൊക്കെ സഹായിക്കുമെന്ന് വിചാരിച്ചല്ലോ, ഇപ്പൊ എല്ലാരും കൈവിടിഞ്ഞില്ലേ? ഒന്ന് മനസ്സിലാക്കുക, മനുഷ്യ സ്നേഹത്തിന് മാറ്റമുണ്ടാകും, മനുഷ്യർക്ക് മാറ്റമുണ്ട്. എന്നാൽ കർത്താവിന്റെ സ്നേഹം ഒരിക്കലും മാറാത്തതാണ്. അതുമാത്രമല്ല, നാം ആരാധിക്കുന്ന യേശു ഇന്നലെയും ഇന്നും ഒരിക്കലും മാറാത്തവനാണ്. അവന്റെ സ്നേഹത്തിന് കുറവുണ്ടാകില്ല. അവന്റെ സ്നേഹം വറ്റാത്തതാണ്. കർത്താവ് ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്ക് അവൻ പാലിക്കുന്നതാണ്. സത്യദൈവമായ അവൻ മാറാത്തവനാണ്. അതുകൊണ്ട് ഇന്നേ ദിവസം കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുകയാണെങ്കിൽ കർത്താവിൽ നിന്ന് സഹായം ലഭ്യമാക്കാൻ കഴിയും. യഹോശാഫാത്ത് ഇവിടെ എന്താണ് ചെയ്തത്? കർത്താവെ, ഈ ഒരു അവസ്ഥയിൽ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകും ഇങ്ങനെ ഒരു ചുറ്റുപാട്. എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകും. ചില സമയങ്ങളിൽ എല്ലാ വശത്തു നിന്നും പ്രശ്നങ്ങൾ വരുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയുന്നില്ലല്ലോ, എന്ത് തീരുമാനമെടുക്കണമെന്ന് അറിയുന്നില്ല, ഏത് പാതയിൽ പോകണമെന്നറിയില്ല, ഇതെങ്ങനെ പ്രാവർത്തികമാക്കണമെന്നറിയില്ല എന്നുള്ള ഒരു ചുറ്റുപാട് എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകും. അതേ സ്ഥിതിയിലായിരുന്നു യഹോശാഫാത്തും.
കർത്താവെ, ഈ സമയത്ത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല കർത്താവെ. എല്ലാ ഭാഗത്തു നിന്നും ചുറ്റി വളച്ചു, രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. പക്ഷെ എന്റെ കണ്ണ് അങ്ങയിലേക്ക് മാത്രം നോക്കുകയാണ്. ഈ ഒരു അനുഭവം ഇന്ന് ഈ പരിപാടി കാണുന്ന എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാകണം. അതായത് ആ ഒരു സമർപ്പണ മനോഭാവത്തോടെ യഹോശാഫാത്തിന്റെ കണ്ണുകൾ കർത്താവിങ്കിലേക്ക് മാത്രമായിരുന്നതിനാൽ കർത്താവ് പ്രവാചകന്റെ ആത്മാവിനെ പറഞ്ഞയക്കുന്നു. കർത്താവിന്റെ വാക്കുകൾ മനോഹരമായി വരുന്നു. ഈ യുദ്ധം നിങ്ങളുടേതല്ല, കർത്താവിന്റേതത്രേ, നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല എന്ന് കർത്താവിന്റെ വചനം അരുളി ചെയ്യുന്നു. കർത്താവിന്റെ ആ വചനം ലഭിച്ചതിന് ശേഷം അവരപ്പോഴും യെരുവേൽ മരുഭൂമിക്കെതിരെ തോട്ടിന്റെ അറ്റത്ത് തന്നെയുണ്ട്. എങ്കിലും കർത്താവ് വാക്ക് പാലിക്കുന്നവനാണ്. വാക്ക് തന്നിട്ടുള്ളത് സത്യദൈവമാണ്. ആ ഒരു ഉറപ്പോടുകൂടി യഹോശാഫാത്ത് എന്ത് ചെയ്യുന്നെന്നോ, ശത്രുക്കളെല്ലാരും എല്ലാ ഭാഗത്തു നിന്നും രാജ്യത്തെ വളഞ്ഞിരിക്കുകയാണ്. കർത്താവിനെ പാട്ടുപാടി സ്തുതിച്ചു. കാരണം നമ്മുടെ കർത്താവ് കൃപയുള്ള ദൈവമാണ്. അവന്റെ കൃപ മാറാത്തതാണ്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിത്യകൃപയോടുകൂടി ഞാൻ നിങ്ങളുടെ കരുണ കാണിക്കുമെന്ന്. അങ്ങയുടെ കൃപ മാത്രം മതി കർത്താവേ. ഞാൻ അങ്ങയിലേക്കാണ് നോക്കുന്നത്. അങ്ങ് കൃപയുള്ള ദൈവമാണ്. അങ്ങയുടെ കൃപ മാത്രം മതി എനിക്ക്. അത്തരമൊരു ചുറ്റുപാടിൽ പാട്ടുകൾ പാടി കർത്താവിനെ സ്തുതിക്കുന്നതിനായി അങ്ങനെ ഒരു ചുറ്റുപാടിലേക്ക് യഹോശാഫാത്ത് എത്തി. അതായത് അവരെല്ലാം കർത്താവിന്റെ കൃപ എന്നും നമ്മുടെ കൂടെ ഉണ്ടെന്ന് പാട്ട് മാത്രം പാടി. കർത്താവിന്റെ വചനം മനോഹരമായി പറയുന്നു. എങ്ങനെയാണ് കർത്താവ് സഹായം എത്തിച്ചതെന്നറിയാമോ? അവരെത്രയോ മണിക്കൂറുകളോളം കർത്താവിനോട് പ്രാർത്ഥിച്ചു, പാട്ടുകൾ പാടി. അങ്ങനെയൊന്നുമല്ല. അവർ കർത്താവിന്റെ കൃപയെക്കുറിച്ച് അറിഞ്ഞ് സ്തുതിച്ച് പാട്ടുപാടാൻ തുടങ്ങിയ ഉടനെ ശത്രുക്കൾ പരസ്പരം വെട്ടി വീഴ്ത്തി നശിച്ചു പോകുന്ന വിധം കർത്താവ് യുദ്ധം ചെയ്തു. കർത്താവ് വാക്ക് നൽകി, ഞാൻ യുദ്ധം ചെയ്യാം, ഈ യുദ്ധം ദൈവത്തിന്റേതാണ്, നിങ്ങൾ വെറുതെ ഇരുന്നാൽ മതിയെന്ന്. വാക്ക് കൊടുത്ത ദൈവം മാറാത്തവനായി സത്യദൈവമായി അവന്റെ വാക്കുപോലെ തന്നെ അവൻ യുദ്ധം ചെയ്യുന്നു. അതുപോലെ തന്നെ അവർ പാടാൻ തുടങ്ങിയ ഉടനെ ശത്രുക്കളിലേക്ക് കലഹത്തിന്റെ ആത്മാവിനെ കർത്താവ് അയക്കുന്നു. ഇവര് വെറുതെയിരുന്നു, കർത്താവിന് മുൻപാകെ സന്തോഷിച്ചിരുന്നു, കൃപയെക്കുറിച്ച് പാടി ആഘോഷിച്ചു. അതുകൊണ്ട് തന്നെ അവർക്ക് കർത്താവിൽ നിന്നും വലിയ ഒരു സഹായമാണ് കിട്ടിയത്. കർത്താവിന്റെ വചനം പറയുന്നു, യഹോശാഫാത്തിന്റെ ആ രാജ്യം സ്വസ്ഥമായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു അനുഗ്രഹം, അത്തരത്തിലുള്ള ഒരു വലിയ സഹായമാണ് കർത്താവ് യഹോശാഫാത്തിനും ആ ജനസമൂഹത്തിനും ചെയ്തത്. അവനെ വിളിച്ചപേക്ഷിച്ചതിനാൽ അവരാരും ലജ്ജിച്ചു പോകാത്ത വിധം കർത്താവ് അവരെ സാക്ഷികളായി നിർത്തി. അവർക്ക് സന്തോഷം നൽകി, അവർക്ക് സമാധാനം നൽകി. അവർ ദൈവമുൻപാകെ ആർത്തുല്ലസിച്ച് സന്തോഷിക്കുന്ന വിധത്തിൽ കർത്താവ് അവർക്ക് കൃപ നൽകി. ഇന്ന് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് തീർച്ചയായും വിജയം നൽകും. കർത്താവ് നിങ്ങളെ വിജയിപ്പിക്കും. കർത്താവ് നിങ്ങളുടെ ദുഃഖങ്ങൾ അകറ്റും. കർത്താവ് നിങ്ങൾക്ക് സന്തോഷം നൽകും. നിങ്ങളുടെ കാര്യങ്ങൾ കർത്താവ് സാധ്യമാക്കി തരും. ഒരുപക്ഷെ മക്കൾക്കായി ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്നുള്ള ഒരു ചുറ്റുപാടിലായിരിക്കാം നിങ്ങൾ ഈ പരിപാടി കാണുന്നത്. കർത്താവ് നിങ്ങളോടാണ് പറയുന്നത്, സഹായം അയക്കുന്ന കർത്താവിനെ നിങ്ങൾ വിളിച്ചപേക്ഷിച്ചാൽ, നിങ്ങൾ കർത്താവിനായി സ്വയം സമർപ്പിച്ചാൽ നിങ്ങളെ തീർച്ചയായും അവൻ സഹായിക്കും. കർത്താവ് യഹോശാഫാത്തിന്റെ ദൈവമായി കടന്നുവരും. നിങ്ങളുടെയും മക്കളുടെയും ജീവിതത്തിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങൾ കർത്താവ് തന്ന് അവൻ നിങ്ങളെ വഴി നയിക്കും. അതായത് യഹോശാഫാത്തിന്റെ ദൈവം ഒരിക്കലും മാറാത്ത ദൈവമാണ്. എന്റെ ശുശ്രൂഷാപാതയിൽ കർത്താവ് ഒരു പ്രിയപ്പെട്ട സഹോദരിയുടെ ജീവിതത്തിൽ ചെയ്ത കാര്യം നിങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തുന്നതിനായി നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ഒരു പ്രിയപ്പെട്ട സഹോദരി കഴിഞ്ഞ വർഷം എന്നെ കാണുന്നതിന് വേണ്ടി എൻ്റെ അടുക്കൽ വന്നിട്ട് ആ സഹോദരി പറഞ്ഞു, ആൻറ്റി, ഞാൻ മാസ്റ്റേഴ്സ് ഡിഗ്രിയൊക്കെ കഴിഞ്ഞതാണ്, ഞാൻ നല്ല മാർക്ക് വാങ്ങിയിട്ടുണ്ട്, അതുപോലെ എത്രയോ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇൻ്റർവ്യൂവിൽ ഞാൻ സെലക്ട് ആകുന്നില്ല. എന്താന്ന് വെച്ചാൽ ഇൻ്റർവ്യൂ ചെയ്യുന്നവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ, എനിക്ക് ബിരുദാനന്തര ബിരുദമുണ്ടെങ്കിലും അവർ ചോദിക്കുന്ന ആ രീതി, അവരുടെ ഇംഗ്ലീഷ്, അവരുടെ ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റായി മറുപടി പറയാൻ പറ്റുന്നില്ല. ഇംഗ്ലീഷ് എനിക്ക് അത്ര നല്ല വശമില്ല. പക്ഷേ മാസ്റ്റർ ഡിഗ്രിയിൽ എനിക്ക് നല്ല മാർക്കൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കതിന് പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിച്ച് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നതിനായി ഞാൻ പോയി ഒരു സ്പെഷ്യൽ ക്ലാസ് അറ്റൻഡ് ചെയ്തു. അതും 6 മാസം ആ കോഴ്സ് ഞാൻ അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ടും ഞാൻ ചില ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു. എന്നാൽ ഇന്റർവ്യൂ ഹാളിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ എനിക്കൊരു പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങും. എനിക്ക് തന്നെ അറിയില്ല, അവരൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു മറുപടി പറയും. അതായത് ഞാൻ അത്രത്തോളം സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടും
എന്റെ ഇംഗ്ലീഷും എന്റെ പ്രൊനൗൺസിയേഷനും അത്രത്തോളം ശരിയായിട്ടില്ല. എന്നെ ഇന്റർവ്യൂ ചെയ്തവര് തന്നെ എന്നോടത് പറഞ്ഞിട്ടുമുണ്ട്. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല എന്ന് പറഞ്ഞാണ് എൻ്റെ അടുത്ത് വന്നത് കഴിഞ്ഞ വർഷം. അപ്പോൾ ആ സഹോദരിയോട് ഈ വാക്ക് പറയാനാണ് കർത്താവ് എന്നോട് കൽപ്പിച്ചരുളിയത്. സങ്കീർത്തനങ്ങൾ 121:1. കർത്താവിന് മുൻപാകെ ഈ വചനം പറഞ്ഞ് ധ്യാനിക്ക്. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, ഞാൻ അങ്ങയിലേക്കാണ് നോക്കുന്നത്, അങ്ങയ്ക്കേ എന്നെ സഹായിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയണം. അങ്ങാണ് എന്നെ പഠിപ്പിച്ചത്. ഇന്റർവ്യൂവിന് പോകാനുള്ള ധൈര്യമില്ല. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സരളമായി നല്ല ഒരു ഇംഗ്ലീഷിൽ ഉത്തരം പറയാനുള്ള ജ്ഞാനമില്ല, ശക്തിയില്ല. എന്നെ സഹായിക്കാൻ അങ്ങ് മാത്രമേ ഉള്ളൂ എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ട് പോകാൻ പറഞ്ഞു. എന്നിട്ട് ആ സഹോദരി ഈ വചനം മാത്രം ധ്യാനിച്ച് പ്രാർത്ഥിച്ചു. ഒരു 2-3 മാസത്തോളം അവൾ ഇന്റർവ്യൂവിന് പോയതേയില്ല. ഈ വചനം മാത്രം ധ്യാനിച്ച് 2-3 മാസം കർത്താവിന് മുൻപാകെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ട് ഈ വർഷം അവൾ നല്ല ഒരു കമ്പനിയിൽ ഇന്റർവ്യൂവിന് വിളിച്ചപ്പോൾ അവിടെ പോയിരിക്കുന്നു. ആ സഹോദരി എന്നോട് വന്ന് പറഞ്ഞ ഒരു കാര്യം, എനിക്ക് എങ്ങനെയാണ് ഇത്ര ധൈര്യം വന്നതെന്നറിയില്ല. എന്റെ കൂടെ ഇന്റർവ്യൂവിന് വരുന്ന മറ്റു കുട്ടികളൊക്കെ സന്തോഷത്തോടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു മൂലയ്ക്ക് പേടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്റെ കയ്യിൽ ഇങ്ങനെ ഫയൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പേടിച്ച് വിറച്ചുകൊണ്ടായിരിക്കും അത് കയ്യിൽ പിടിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വചനത്തിലൂടെ കർത്താവിൽ നിന്നും സഹായം ലഭിച്ച ഞാൻ ധൈര്യത്തോടുകൂടി പോയി. കർത്താവിന്റെ അനുഗ്രഹം കൊണ്ട് ഇന്റർവ്യൂ നന്നായി അറ്റൻഡ് ചെയ്തു. എങ്ങനെയൊക്കെയോ അവർ ഇംഗ്ലീഷിൽ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ മനോഹരമായിട്ട് ഫ്ലൂയന്റ് ആയിട്ട് ഇംഗ്ലീഷിൽ തന്നെ ഉത്തരം പറഞ്ഞു. കർത്താവാണ് എനിക്ക് ആ കൃപ നൽകിയത്. അതാണ് ആദ്യത്തെ ഇന്റർവ്യൂ. ഈ വചനം ധ്യാനിച്ച് പ്രാർത്ഥിച്ച് 2-3 മാസം കാത്തിരുന്നു. കർത്താവാണ് എന്നെ അതിനായി സഹായിച്ചത്. അതിനുശേഷം പോയ ആദ്യത്തെ ഇന്റർവ്യൂവിൽ തന്നെ സെലക്ട് ആയി. നിങ്ങൾ പൊയ്ക്കോളൂ, ഒരാഴ്ചക്കകം ഓർഡർ അയക്കാമെന്നവർ പറഞ്ഞു. അതുപോലെ ഒരാഴ്ചക്കകം ഓർഡർ കിട്ടി. ഞാൻ ഉടനെ പോയി ജോയിൻ ചെയ്തു. ഇപ്പോൾ അവധി ആയതുകൊണ്ട് ആന്റിയെ കാണാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവമാണ്. ഞാൻ ആന്റിയെ കണ്ട് നന്ദി പറയാൻ വന്നതാണ്. കർത്താവിനോട് പ്രാർത്ഥിക്കാനായി വന്ന ഞാൻ ആന്റിയോടൊപ്പം ചേർന്ന് നന്ദി പറയാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. ഇന്ന് ഒരു പക്ഷേ ഈ കാര്യത്തിൽ എന്നെ സഹായിക്കാൻ ആളില്ല, വേറെ വഴിയില്ലെങ്കിൽ കർത്താവിന്റെ വചനമനുസരിച്ച് നമ്മെ സഹായിക്കാനുള്ള ആ ദൈവത്തിന്റെ നേരെ നിങ്ങൾ നോക്കുക. കർത്താവിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായും സഹായം കിട്ടും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ കർത്താവ് നിറവേറ്റും. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകും. അങ്ങനെയുള്ള ഒരു അനുഗ്രഹം കർത്താവ് നൽകുന്നതിനായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രമർപ്പിക്കുന്നു രാജാവേ, ഞങ്ങൾ അങ്ങയെ നന്ദിയോടുകൂടി സ്തുതിക്കുന്നു, സ്തോത്രമർപ്പിക്കുന്നു. ഇന്നേ ദിവസം കർത്താവേ, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എന്ന് പറഞ്ഞ് ആരൊക്കെയാണോ ഇന്നീ വേളയിൽ എന്നോടൊപ്പം ചേർന്ന് കർത്താവേ എനിക്ക് സഹായം അയക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്, അവരോരോരുത്തർക്കും അങ്ങയുടെ സഹായം കടന്നു വരുന്നതിനായി പ്രാർത്ഥിക്കുകയാണ്. യഹോശാഫാത്തിന് സഹായം നൽകി, യഹോശാഫാത്തിന്റെ ഓരോ കാര്യത്തിലും വിജയം നൽകിയ കർത്താവ് ഇന്നേ ദിവസം എന്നോടൊപ്പം ചേർന്ന് ഏത് കാര്യത്തിന് വേണ്ടിയാണോ പരിശുദ്ധാത്മാവിന്റെ സഹായം വേണമെന്ന് പ്രാർത്ഥിക്കുന്നത്, അവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങ് കൃപാലുവായ ദൈവമാണ്, കരുണയുള്ള ദൈവമാണ് കർത്താവേ. ദയാപരനായ കർത്താവാണ് യേശുവേ. അങ്ങേക്ക് അസാധ്യമായതൊന്നുമില്ല കർത്താവേ. അങ്ങയുടെ സഹായം ഇപ്പോൾ തന്നെ ഓരോരുത്തർക്കും ലഭിക്കാനായി പ്രാർത്ഥിക്കുകയാണ്. ഓരോ കാര്യത്തിലും കർത്താവ് ഇവർക്ക് വിജയം നൽകണം എന്ന് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയാണ്. സത്യമായും കർത്താവ് എന്നെ സഹായിച്ചു എന്ന് പറഞ്ഞ് സാക്ഷ്യം പറയുന്നതിനായി കർത്താവെ ഒരാളെ പോലും കൈവിടാതെ വണ്ണം ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ദയ തോന്നണമേ കർത്താവെ. അങ്ങയുടെ സാക്ഷിയായി ഓരോരുത്തരും നിൽക്കുകയാണ്. ഇന്നിവർ ചോദിക്കുന്നത് പോലെ തന്നെ ഓരോ ദിവസവും കർത്താവെ അങ്ങയുടെ സഹായം വേണമെന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രാർത്ഥനയുടെ ആത്മാവിനെ ഓരോരുത്തർക്കും നൽകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. അങ്ങയുടെ നാമം മഹത്വപ്പെടാൻ പോകുന്നതിനായി സ്തുതിക്കുന്നു. കർത്താവായ യേശുവിന് മുൻപിൽ ഞങ്ങൾ എല്ലാവരും സ്വയം സമർപ്പിക്കുന്നു. അങ്ങയുടെ കൃപ ഇവരെ പൊതിയട്ടെ. അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. യേശുവിലൂടെ പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ. പ്രിയമുള്ളവരെ, കർത്താവ് ഇന്ന് നിങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ഇന്നു മുതൽ കർത്താവിനു മുൻപാകെ ഏത് കാര്യമായാലും, ഏത് കാര്യത്തിനും, ഏത് ചുറ്റുപാടിലും, ഏത് പ്രതിസന്ധിയിലും, ഏത് പോരാട്ടത്തിലും ഈ വചനം ഉച്ചരിക്കുക. സങ്കീർത്തനങ്ങൾ 121 1-ാം വാക്യം മറന്നുപോകരുത്. 1ഉം 2ഉം വചനങ്ങൾ എപ്പോഴും മനസ്സിലോർക്കുക. ഏത് കാര്യത്തിനു വേണ്ടി നിങ്ങൾ ഒരുങ്ങിയാലും ശരി, കർത്താവെ അങ്ങയുടെ സഹായം മാത്രം മതി. അങ്ങയുടെ സഹായം മാത്രമുണ്ടെങ്കിൽ കർത്താവെ എന്റെ കാര്യം വിജയമായി തീരും, സമാധാനം ലഭിക്കും എന്ന് കർത്താവിന് മുൻപാകെ പ്രാർത്ഥിക്കുക. കർത്താവ് തീർച്ചയായും നിങ്ങളെ സഹായിക്കാൻ തയ്യാറായിരിക്കുന്നു. കുടുംബത്തിൽ എന്തോ പ്രശ്നമുണ്ടായി വേർപിരിഞ്ഞു പോയ ഒരു സഹോദരി ഈ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ് എന്ന് പറഞ്ഞിരുന്നു.
നിങ്ങളോട് അവൻ പറയുകയാണ്, നിനക്ക് സഹായം ലഭിക്കും. സത്യദൈവമായ യേശുവിൽ നിങ്ങളുടെ കാര്യങ്ങൾ സമർപ്പിക്കുക. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമാധാനം കൽപ്പിച്ചരുളും. നിങ്ങളിലൂടെ കർത്താവിന്റെ നാമം മഹത്വപ്പെടും. ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച നന്മകളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനാക്കുറിപ്പുകൾ കത്തുകളിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കാനും ഉപദേശങ്ങൾ നൽകാനും സഹോദരൻ മോഹൻ സി ലാസറസ് അവർകളും മറ്റു ശുശ്രൂഷകരും ഞങ്ങളോടൊപ്പമുണ്ട്. അതുപോലെ തന്നെ നാളെയും മറ്റന്നാളും വരുവിൻ പ്രാർത്ഥിക്കാമെന്ന പരിപാടി മറക്കാതെ കാണുക. വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ കാണാം. അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ. For further details and prayer support, contact Jesus Redeems Ministries, Nalumavudi, Thoothukudi District, 628-211. Our phone number 04639 353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.